Welcome back to Trips and Tips and me Narayan Vasudevan, and today we are in a 5-star resort called Elixir Hills Resort. It is in Lakshmi Estate, just 10 km away from the Munnar city. In the last video we showed you a good luxury hotel, that is Amberdale Luxury Hotel and Spa, and today we are going to see you a beautiful resort, a 5-star luxury resort called Elixir Hills and Resort. It is just 10 km away from the Munnar city, and it's having a very big area, and it's just like a plantation resort, and it's absolutely a luxury one. I will show you how the resort is, how the resort ambience is, what are the activities over there, how we can spend the time there. So let us move to the Elixir Hills Resort, Munnar. Elixir Hills Resort Deluxe Suite room. Room number 1013 ആണ്, 1013 ആണ്. അപ്പോൾ അത് ഒരു ലിവിംഗ് ഏരിയ ആണ്. ലിവിംഗ് ഏരിയ നമുക്ക് കണ്ടറിയാം. ഒരു ചെറിയ ഡൈനിങ് ടേബിളും ഒരു 3 കസേരയും അതുപോലെ തന്നെ കോഫി ടീ മേക്കർ, വെള്ളം, എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദിവാൻ കോട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നല്ല രസമാണ്. ഇത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കാം. ഇന്ന് മാളുടെ കാര്യം ഉഷാറായി. ഇന്ന് ഇവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. ദിവാനിൽ അവിടെ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു സോഫ ഏരിയ ഉണ്ട്. സോഫ ഏരിയയിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫാമിലി സ്പേസ് തന്നെയാണ്. ഇത് മൊത്തം ഒരു ഫാമിലി സ്പേസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് വ്യൂ മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇല്ല അതിൽ. അവിടെ ഒരു ചെറിയൊരു ഹട്ട് കാണാനുണ്ട്. എനിക്ക് തോന്നുന്നത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊടുക്കണ ഒരു ഹട്ടായിരിക്കണം. അതിൻ്റെ ആ ആംബിയൻസും അതിലുള്ള പൂവിൻ്റെ ഒരു അംശമൊക്കെ കണ്ടിട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊടുക്കണ ഒരു ഹട്ട് തന്നെയാണത്. നല്ല രസമുണ്ട്. അത് ഈറ്റയും കൊണ്ടൊക്കെ ഉണ്ടാക്കിക്കണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ 2 കസേരയൊക്കെ ഇട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടുന്ന് വീണ്ടും നമ്മൾ അങ്ങോട്ട് നമ്മുടെ ബെഡ്റൂം കണ്ടിട്ടില്ല. അപ്പോൾ ബെഡ്റൂം കാണാനായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. നമുക്ക് കാണാം അതൊരു കിങ് സൈസ് ബെഡ് അല്ല, ശരിക്കും അതൊരു ഫാമിലി സൈസ് തന്നെയുണ്ട്. കാരണം 2 ട്വിൻ ബെഡാണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സ്പേസ് ഉണ്ട് അതിനിവിടെ. അതുപോലെ തന്നെ നമുക്കിവിടെ എന്താ പറയുക, ഒരു മൊത്തം ഒരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡുകൾ നോർമലി കാണുന്നത് പോലെ തന്നെ ഡിജിറ്റൽ ലോക്കറുണ്ട്, കബോർഡുണ്ട്, TV, എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു മരത്തിലുള്ളൊരു പരിപാടിയാണ് ഇവിടെ എല്ലാം കാണുന്നത്. എല്ലാം മരത്തിൻ്റെ ഒരു അതിപ്രസരം കാണുന്നുണ്ട്. ഇവിടുന്ന് നോക്കിയാലും സെയിം വ്യൂ തന്നെയാണ്. റൂമിൽ നിന്ന് നോക്കിയാലും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് തന്നെയാണ് കാണാൻ. നമുക്ക് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തിരിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഇത് പറഞ്ഞത്. ഇവിടെ എല്ലാം ഒരു നമുക്ക് എന്താ പറയുക, ഒരു പഴയ ഒരു പ്രൗഢിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ടോയ്ലറ്റ് പറയും മോഡേൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് വേറൊരു ടോയ്ലറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂമിന് 2 ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ ആരെങ്കിലും ഗസ്റ്റ് കിടക്കുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടെ അത്രയും സ്പേഷ്യസ് അല്ലാന്നേ ഉള്ളൂ. ഏകദേശം അതേ ഇൻറ്റീരിയർ തന്നെയാണ്. നമുക്കതും ഉപയോഗിക്കാൻ പറ്റും.